നമഃശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അമ്മ പറഞ്ഞ കഥയും കാര്യവും. ധനികനായ ഒരു സേട്ടുണ്ടായിരുന്നു. ദിവസവും രാവിലെ അദ്ദേഹം നദിയിൽ പോയി കുളിച്ചു വീട്ടിൽ വന്നു തേവാരത്തിൽ ഏർപ്പെടും. ഒരു ദിവസം സേട്ട് കുളിച്ചുകൊണ്ടിരിക്കവേ ഒരു മഹാത്മാവ് കടവിൽ എത്തിച്ചേർന്നു. അദ്ദേഹം അഭിവാദനം ചെയ്തുകൊണ്ട് പറഞ്ഞു, സേട്ടു രാം രാം. സേട്ടൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട അദ്ദേഹം വീണ്ടും പറഞ്ഞു, സേട്ടു രാം രാം. ഇങ്ങനെ 3-4 തവണ പറഞ്ഞു. എന്നിട്ടും സേട്ട് രാം രാം എന്ന് പ്രത്യഭിവാദനം ചെയ്യുന്നില്ല. അദ്ദേഹം വിചാരിച്ചത് ഭിക്ഷയ്ക്കായി വന്നിരിക്കുന്ന ഏതോ യാചകനാണെന്നാണ്. പോയിവിടുന്ന് സഹികെട്ട് സേട്ട് വിളിച്ചു പറഞ്ഞു. സേട്ടിന് അഹങ്കാരം വളരെ കൂടിയിരിക്കുന്നുവെന്ന് മഹാത്മാവിന് മനസ്സിലായി. അഹങ്കാരം മാത്രമല്ല, ലോഭവും. അദ്ദേഹം സേട്ടിനെ ഒന്ന് ശരിയാക്കാൻ തീരുമാനിച്ചു. സേട്ടിൻ്റെ രൂപവും കൈക്കൊണ്ട് നേരെ സേട്ടിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. യജമാനൻ പതിവിലും നേരത്തെ തിരിച്ചെത്തിയിരിക്കുന്നത് കണ്ട് വാതിൽ കാവൽക്കാരൻ ആശ്ചര്യത്തോടെ കാരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പരിസരങ്ങളിൽ ഒരു ആൾമാറാട്ടക്കാരൻ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ രൂപവും ധരിച്ച് ഇവിടെ അകത്തെങ്ങാനും കടന്നു കൂടിക്കളയുമോ എന്ന് പേടിച്ച് വേഗം വന്നതാണ്. എൻ്റെ രൂപത്തിൽ ആരെങ്കിലും വന്നാൽ അടുപ്പിച്ചേക്കരുത്. പിന്നെ അദ്ദേഹം വീട്ടിൽ കയറി സേട്ടിനെ പോലെ തേവാരത്തിൽ ഏർപ്പെട്ടു. അല്പം കഴിഞ്ഞപ്പോഴേക്കും യഥാർത്ഥ സേട്ട് കുളിയും കഴിഞ്ഞെത്തി. വീട്ടുപടിക്കൽ എത്തിയപ്പോഴേക്കും കാവൽക്കാരൻ ചാടി വീണ് ആക്രോശിച്ചു, ഓടട ഇവിടുന്ന്, ഇവിടെങ്ങാനും കണ്ടുപോകരുത് നിന്നെ. സേട്ട് അന്തം വിട്ടുപോയി. ഇതെന്തു കൂത്ത്! തൻ്റെ കാവൽക്കാരൻ തന്നെ തടയുന്നു, ഓടിക്കുന്നു. എടാ, നിനക്കെന്തു പറ്റി? ഇത് ഞാനാ, നിന്റെ യജമാനൻ. അദ്ദേഹം ഉറക്കെ പറഞ്ഞു, ചീ, മിണ്ടിപ്പോകരുത്, കടന്നു പോടാ എൻ്റെ കൺമുന്നിൽ നിന്ന്. വേലക്കാരൻ അലറി. ഇതിനകം സേഠിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ പുറത്തു വന്നു. പോടാ ഇവിടുന്ന്, ഈ വീടിൻ്റെ പരിസരത്തൊന്നും തല കാണിച്ചേക്കരുത്, കൊന്നുകളയും, അവർ ഭീഷണിപ്പെടുത്തി. സേഠിനൊന്നും മനസ്സിലായില്ല. അദ്ദേഹം കുറച്ചു നേരം അല്പം ദൂരെയായി അവിടെയെല്ലാം ചുറ്റിപ്പറ്റി നടന്ന് പാവം ആകെ തളർന്നു പോകാൻ തുടങ്ങി. അവസാനം രാജസന്നിധിയിൽ ചെന്ന് വിവരം ധരിപ്പിക്കാൻ ഉറച്ചു. കൊട്ടാരത്തിൽ നല്ല സ്വാധീനമുള്ള ആളായിരുന്നതിനാൽ വേഗം രാജാവിൻ്റെ മുൻപിലെത്താൻ സാധിച്ചു. കുളി കഴിഞ്ഞ വേഷത്തിൽ സേട്ടിനെ കൊട്ടാരത്തിൽ കണ്ട രാജാവിന് ചിരിക്കണമോ അതോ സഹതപിക്കണമോ എന്ന് തീരുമാനിക്കാനായില്ല. എന്തു പറ്റി? എന്താണ് ഇങ്ങനെയൊക്കെ? രാജാവ് ആരാഞ്ഞു. രാജാവെ, എന്തു ചെയ്യാൻ? ഏതോ ആൾമാറാട്ടക്കാരൻ എൻ്റെ വീട്ടിൽ കയറിക്കൂടിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. എന്നെ വീട്ടുകാർ അകത്തേക്ക് കയറ്റുന്നില്ലെന്ന് മാത്രമല്ല, ഓടിച്ചു വിട്ടിരിക്കുകയാണ്. അവിടുന്നുടൻ എന്തെങ്കിലും നടപടി എടുക്കണം. രാജാവ് തൻ്റെ ഉദ്യോഗസ്ഥരെ സേഠിൻ്റെ വീട്ടിലേക്ക് വിവരമറിഞ്ഞു വരാൻ പറഞ്ഞയച്ചു. വീട്ടിലെത്തിയ ഉദ്യോഗസ്ഥരോട് വീട്ടുകാരും വീട്ടുജോലിക്കാരും ഏകസ്വരത്തിൽ ഉണർത്തിച്ചത് രാജസന്നിധിയിലെത്തിയിരിക്കുന്നയാൾ തട്ടിപ്പുകാരനാണെന്നാണ്. ഉദ്യോഗസ്ഥർ സ്വഗൃഹത്തിൽ യജമാനനായിരിക്കുന്ന സേഠിനെ കണ്ട് അത്ഭുതപ്പെടുകയും അവർ ചെന്നു വള്ളി പുള്ളി വിടാതെ എല്ലാം രാജാവിനെ അറിയിക്കുകയും ചെയ്തു. രാജാവിന് ആശ്ചര്യത്തിന് അതിരില്ലായിരുന്നു. അദ്ദേഹം വീട്ടിലെ സേഠിനോട് കൊട്ടാരത്തിൽ ഹാജരാകാൻ ആജ്ഞാപിച്ചു. സേട്ട് കൊട്ടാരത്തിൽ എത്തി. രാജാവ് 2 സേട്ടുമാരെയും മാറി മാറി നോക്കി ആശ്ചര്യപ്പെട്ടു. ഒന്ന് യഥാർത്ഥ സേട്ടു, 2 മഹാത്മാവ് സേട്ടുവായി വന്നത്. ഇവരെ 2 പേരെയും കണ്ട് രാജാവ് മാറി മാറി ആശ്ചര്യപ്പെട്ടു നിന്നു. നാം എന്തു ചെയ്യണം? അദ്ദേഹം സ്വയം ചോദിച്ചത് അല്പം ഉറക്കെ ആയിപ്പോയി. ഒരു കാര്യം ചെയ്യൂ രാജാവേ, പരീക്ഷിച്ചു നോക്കിക്കൊള്ളൂ. വീട്ടിൽ നിന്നെത്തിയ സേട്ട് മഹാത്മാവായ സേട്ട് നിർദ്ദേശിച്ചു. ഉടനെ രാജാവ് കണക്ക് പുസ്തകങ്ങളുമായി ഹാജരാകുവാൻ സേട്ടിൻ്റെ ഗുമസ്തനോട് കൽപ്പിച്ചു. ഗുമസ്തൻ പുസ്തകവുമായി എത്തിച്ചേർന്നു. സേട്ടായി ചമന്ന മഹാത്മാവ് കണക്ക് പുസ്തകത്തിൽ ചേർത്തിരിക്കുന്ന കണക്കുകളെല്ലാം അല്പം പോലും പിഴവില്ലാതെ കാണാപാഠമായി പറയാൻ തുടങ്ങി.
ഇന്ന കണക്കുകൾ ഇന്ന പേജിലാണെന്നും ഇത്രാം വരിയിലാണെന്നും വരെ അദ്ദേഹം കൃത്യമായി പറഞ്ഞു. ഇത് യഥാർത്ഥ സേട്ടുവിന് പോലും സാധ്യമായിരുന്നില്ല. അങ്ങനെ യഥാർത്ഥ സേട്ട് ആൾമാറാട്ടക്കാരനാണെന്ന് തെളിഞ്ഞു. രാജാവ് അയാളെ കഠിനമായി ശിക്ഷിക്കാൻ കൽപ്പിച്ചു. പക്ഷേ സേട്ടായി ചമന്ന മഹാത്മാവിൻ്റെ അഭ്യർത്ഥന മാനിച്ച് അവസാനം വെറുതെ വിട്ടു. സേട്ട് ആകെ തളർന്നു പോയി. അന്ന് അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി. പിറ്റേന്ന് തൻ്റെ ശീലമനുസരിച്ച് യാന്ത്രികമായിട്ടാണെങ്കിലും പുഴയിലെത്തിച്ചേർന്നു. കുളിച്ചുകൊണ്ടിരിക്കവേ കടവിൽ നിന്നൊരു ശബ്ദം, സേട്ടു, രാം രാം. അദ്ദേഹം കരയിലേക്ക് നോക്കി. പെട്ടെന്ന് അദ്ദേഹത്തിനെല്ലാം പിടികിട്ടി. താൻ ഒരു മഹാത്മാവിനെയാണ് ഇന്നലെ അവഗണിച്ച് അപമാനിച്ചത്. അദ്ദേഹം വേഗം കരയ്ക്കു കയറി മഹാത്മാവിൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു, ക്ഷമായാചന ചെയ്തു. മഹാത്മാവ് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് ആശ്വസിപ്പിച്ചും കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇനിയെങ്കിലും ഈശ്വരനാമം ചൊല്ലാൻ ഒരിക്കലും മടി കാട്ടരുത്. ആരോടും തിരസ്കാരപൂർവം പെരുമാറരുത്. പോയിക്കൊള്ളൂ. ഇനി സ്വന്തം വീട്ടിൽ പോയി പഴയ പോലെ സുഖമായി വസിച്ചുകൊള്ളൂ. മഹാത്മാവ് സേറ്റിനെ അഹന്തയിൽ നിന്നും ധനതൃഷ്ണയിൽ നിന്നും മുക്തനാക്കി. പിന്നീട് സേട്ട് ഒരു ധർമ്മശീലനായിട്ടാണ് ജീവിതം നയിച്ചത്. ഹരി ഓം നമഃ ശിവായ.